ഇറാനെതിരെ ഇസ്രായേലും യുഎസും ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എവിടെ എന്ന ചോദ്യമാണ് എല്ലാ ദിശയിൽ നിന്നും ഉയരുന്നത്. തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്നുള്ള ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപത്താണ് ആദ്യത്തെ ആക്രമണങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചത്. ആക്രമണ സമയത്ത് ഖമേനി ഓഫീസിൽ ഉണ്ടായിരുന്നില്ലെന്നും സുരക്ഷിതമായ ഒരിടത്തേക്ക് ഖമേനിയെ മാറ്റിയുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എവിടേക്കാണ് മാറ്റിയത് എന്നതിനെ കുറിച്ചോ എപ്പോഴാണ് മാറ്റിയത് എന്നതിനെ കുറിച്ചോ ഒന്നും വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ സൈനിക രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ ഖമേനിയുടെ സുരക്ഷയ്ക്ക് രാജ്യം മുൻഗണന നൽകുന്നുണ്ട്. നിലവിൽ അദ്ദേഹം എവിടെയാണെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇല്ലെങ്കിലും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും ശക്തമായ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പരിധിയിൽപ്പെടാത്ത ഭൂഗർഭ താവളങ്ങളിലേക്കോ അല്ലെങ്കിൽ രഹസ്യ കേന്ദ്രങ്ങളിലേക്കോ അദ്ദേഹത്തെ മാറ്റിയിരിക്കാനാണ് സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. US സേന ഇറാനെതിരെ വലിയ തോതിലുള്ള സൈനിക നടപടി ആരംഭിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഇറാനെതിരെയുള്ള സൈനിക നടപടിക്കുള്ള യുഎസിന്റെ ന്യായീകരണം ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇറാനെതിരെ കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇറാനെതിരെയുള്ള പടപ്പുറപ്പാടിലായിരുന്നു അമേരിക്ക. എന്തായാലും ഒരു വശത്ത് ആക്രമണങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ഇറാൻ ഖമേനിയുടെ സുരക്ഷയെക്കുറിച്ച് ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. ഖമേനി എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായിരുന്നാലും കുറച്ചു കാലമായി ഖമേനിയെ പൊതുവേദികളിലൊന്നും കാണാനില്ലായിരുന്നു. ഖമേനി തന്റെ 37 വർഷത്തെ പദവി തെറ്റിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. 1989 അധികാരമേറ്റതു മുതൽ വ്യോമസേനാ കമാൻഡർമാരുമായി അദ്ദേഹം നടത്തിയിരുന്ന വാർഷിക കൂടിക്കാഴ്ചയിൽ ആദ്യമായിട്ട് അദ്ദേഹം വിട്ടുനിന്നിരുന്നു. അതെ, 37 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇത് ലോകം മുഴുവൻ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു. അമേരിക്കയുമായുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന വേളയിലായിരുന്നു ഖമേനിയുടെ ഈ അസാന്നിധ്യം. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന രഹസ്യ സൈനിക നീക്കങ്ങളെ കുറിച്ചോ ഉള്ള അഭ്യൂഹങ്ങൾക്ക് ഈ ഒരു സംഭവം ആക്കം കൂട്ടിയിരുന്നു. ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ഘടിപ്പിക്കുമ്പോൾ ഇറാൻ സൈന്യവും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. 37 വർഷത്തിനിടയിൽ ആദ്യമായി ഖമേനി പതിവ് തെറ്റിച്ചത് ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. എയർഫോഴ്സ് കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിൽ നിന്നായിരുന്നു അദ്ദേഹം വിട്ടുനിന്നത്. എന്തായാലും അന്നു മുതൽ ഖമേനി എവിടെ എന്ന ചോദ്യമാണ് 4 ദിക്കിൽ നിന്നും ഉയർന്നിരുന്നത്. ഇറാന്റെ ഏതെങ്കിലും സുരക്ഷിതമായ താവളത്തിലേക്ക് ഖമേനി മാറിയിട്ടുണ്ടാകും എന്നായിരുന്നു ഒരു വിഭാഗം പറഞ്ഞത്. എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഖമേനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. എന്തായിരുന്നാലും ഇസ്രായേൽ നടത്തിയ ആദ്യത്തെ ആക്രമണം ഖമേനിയുടെ ഓഫീസിന് തൊട്ടടുത്തായിരുന്നു. ആക്രമണം നടക്കുമ്പോൾ ഖമേനി ഓഫീസിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ച് ഇനിയും സ്ഥിരീകരണം എത്തിയിട്ടില്ല. എങ്കിലും ഖമേനിയെ ഇറാൻ മറ്റൊരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരിക്കാം എന്ന് തന്നെയാണ് നിഗമനം. ഇറാൻ, ഇസ്രായേൽ, US എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പരിപാടികളെ ചൊല്ലി സംഘർഷം വർദ്ധിച്ചു വരികയായിരുന്നു. നമുക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിൽ വർഷങ്ങളായി പ്രശ്നങ്ങളുണ്ട്. ഇരു രാജ്യങ്ങളും ഇതിനു മുമ്പും പല പ്രാവശ്യം ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മുമ്പത്തേക്കാൾ കൂടുതൽ സങ്കീർണമാണ്. കാരണം UAEയിലും ഖത്തറിലും ബഹ്റൈനിലും എല്ലാം ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഒരു വശത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഈ ആക്രമണം മറ്റൊരു രീതിയിലേക്ക് മാറും. അതെ, ഇതൊരു വൻ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത മറ്റു ലോക രാജ്യങ്ങൾ തള്ളിക്കളയുന്നില്ല. ഇനിയൊരു ലോകമഹായുദ്ധം കൂടി ഉണ്ടായാൽ ഒരിക്കലും ലോകം അത് താങ്ങില്ല. കാരണം എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും അത്രയ്ക്ക് അത്യാധുനികമായ യുദ്ധ സജ്ജീകരണങ്ങളും യുദ്ധ ആയുധങ്ങളും ക്രമീകരണങ്ങളും എല്ലാം നിലവിലുണ്ട്. എങ്കിലും പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊന്നും ഒട്ടും സുഖകരമല്ലാത്തതാണ്. മേഖലയിലെ സംഘർഷം വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ പ്രശ്നം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ അത് മറ്റ് ഒരു തലത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ UAEയിലും അബുദാബിയിലും ഖത്തറിലും ബഹ്റൈനിലും എല്ലാം ആക്രമണം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെ എന്തായിരുന്നാലും പ്രതിരോധിക്കും. അത്തരത്തിലൊരു പ്രത്യാക്രമണത്തിലേക്ക് പോയാൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാവുകയും യുദ്ധം ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നിലവിൽ ഇറാൻ ഇസ്രായേൽ ആക്രമണവും പ്രത്യാക്രമണവും കാരണം വ്യോമപാതകളെല്ലാം അടയ്ക്കപ്പെട്ടു കഴിഞ്ഞു. പശ്ചിമേഷ്യ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. അത് സാമ്പത്തികമായും അല്ലാത്ത രീതിയിലും എല്ലാം പശ്ചിമേഷ്യയും ലോകത്തെയും എല്ലാം മൊത്തത്തിൽ തന്നെ ബാധിക്കും. എന്തായാലും ഖമേനിയെ സുരക്ഷിതമായ താവളത്തിലേക്ക് ഇറാൻ മാറ്റിയിട്ട് ഉണ്ടെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കേണ്ടത് ഈ ലോകത്തിന്റെ കൂടി ആവശ്യമാണ്. ഇത് ഒരു കാരണവശാലും മറ്റൊരു തലത്തിലേക്ക് പോകാൻ പാടുള്ളതല്ല. അമേരിക്ക ഇറാന്റെ കാര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ തീരുമാനമാണ് അമേരിക്ക കൈക്കൊള്ളാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ ഏറെ നിർണായകമായിരിക്കും.